Solve d square y by dx square minus 2 into dy by dx plus 4y is equal to e raised to x into cos x. ഇപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യണം. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അസോസിയേറ്റഡ് ഇക്വേഷൻ ആദ്യം എഴുതണം. അതിനെ അസോസിയേറ്റഡ് ഇക്വേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ ഡി ബൈ ഡി എക്സിന് പകരം ക്യാപിറ്റൽ ഡി എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താവും? ക്യാപിറ്റൽ ഡി സ്ക്വയർ വൈ മൈനസ് 2 into dy plus 4y is equal to e raised to x into cos x എന്ന് കിട്ടും. Then the associated equation is, ഇവിടുന്ന് y കോമൺ ആയിട്ട് എടുക്കാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് y കോമൺ ആയിട്ട് എടുക്കാം. സോ വി ഗെറ്റ് ഡി സ്ക്വയർ മൈനസ് 2d പ്ലസ് 4 ഇൻറ്റു y is equal to, റൈറ്റ് സൈഡ് ഏതിനെ ഇക്വേറ്റ് ചെയ്യാം? 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദി അസോസിയേറ്റഡ് ഇക്വേഷൻ. Then auxiliary equation is ബ്രാക്കറ്റിനകത്തുള്ള ക്വാണ്ടിറ്റിയിൽ ഡിക്ക് പകരം എം കൊടുക്കുക, അത് 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. സോ auxiliary equation is എം സ്ക്വയർ മൈനസ് 2m പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0. എം സ്ക്വയർ മൈനസ് 2m പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് എമ്മിൻ്റെ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ എമ്മിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഹിയർ എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു -2 ആൻഡ് സി ഈസ് ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. സോ എം ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറഞ്ഞാൽ ബിയുടെ വാല്യൂ -2 ആണ്. അപ്പോൾ മൈനസ് ഓഫ് -2 എന്ന് കിട്ടും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ ദറ്റ് ഈസ് -2 ദി ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എയുടെ വാല്യൂ 1 ഇൻറ്റു സിയുടെ വാല്യൂ 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 എന്ന് കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഇതെന്താവും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിട്ട് മാറും. സോ 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 4 മൈനസ് 16 -2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആവും. 4 മൈനസ് 16 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 4 മൈനസ് 16 ഈസ് -12 ഡിവൈഡഡ് ബൈ 2 അല്ലേ? ദറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ്, ഇവിടെ റൂട്ട് 12നെ എങ്ങനെ എഴുതാം? റൂട്ട് -12 ആണ്. അപ്പോൾ മൈനസ് എന്ന് പറയുന്നത് റൂട്ട് -1 എന്ന് പറയുന്നത് i ആയിട്ട് മാറും. അപ്പോൾ റൂട്ട് 12 എന്ന് പറയുന്നത് എന്താണ്? 12 4 ഇൻറ്റു 3 ആണ് അല്ലേ? അപ്പോൾ 4 ഇൻറ്റു 3 ആകുമ്പോൾ 4ൻ്റെ റൂട്ട് എന്താവും? 2 എന്നാവും. സോ i2 റൂട്ട് 3. i എന്ന് പറയുന്ന റൂട്ട് -1 ആണ്. റൂട്ട് 12 ആണ് 2 റൂട്ട് 3 ആയിട്ട് മാറുന്നത് ഡിവൈഡഡ് ബൈ 2. എന്നിട്ട് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിൽ 2 കോമൺ ആയിട്ട് എടുത്ത് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ 1 പ്ലസ് ഓർ മൈനസ് i റൂട്ട് 3 എന്ന് കിട്ടും. അതാണ് എമ്മിൻ്റെ വാല്യൂസ്. എമ്മിൻ്റെ വാല്യൂ 1 പ്ലസ് ഓർ മൈനസ് i റൂട്ട് 3 എന്ന് കിട്ടും. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എഴുതാം. ദറ്റ് ഈസ് CF ഈസ് ഈക്വൽ ടു, ഇവിടെ കോംപ്ലക്സ് റൂട്ടാണ്. കോംപ്ലക്സ് റൂട്ട് ആകുമ്പോൾ ആൽഫയുടെ വാല്യൂ ഇവിടെ 1 ആണ്. ആൽഫ ഈസ് ഈക്വൽ ടു 1 ആൻഡ് ബീറ്റയുടെ വാല്യൂ എത്രയാണ്? റൂട്ട് 3 ആണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ 1 ബീറ്റയുടെ വാല്യൂ റൂട്ട് 3 ദെൻ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് CF ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ആൽഫ എക്സ് ദറ്റ് ഈസ് ഇ റൈസ് ടു 1x ദറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു C1 കോസ് ബീറ്റ എക്സ്. C1 ഇൻറ്റു കോസ് ബീറ്റയുടെ വാല്യൂ റൂട്ട് 3x പ്ലസ് C2 സൈൻ റൂട്ട് 3x. കോംപ്ലക്സ് റൂട്ട് കിട്ടുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എഴുതുന്നത് എങ്ങനെയാണ്? ഇ റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു C1 കോസ് ബീറ്റ എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ എക്സ്. അപ്പോൾ അടുത്തത് നമുക്ക് PI ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ PI ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അസോസിയേറ്റഡ് ഇക്വേഷനിൽ ഡിയുടെ ഫംഗ്ഷനെയാണ് എഫ് ഓഫ് ഡി ആയിട്ട് പറയുന്നത്. അപ്പോൾ ഡി സ്ക്വയർ മൈനസ് 2d പ്ലസ് 4. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ മൈനസ് 2d പ്ലസ് 4 ഇൻറ്റു ഫൈ ഓഫ് എക്സ്. ഇവിടെ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ
എക്സിൻ്റെ ഫംഗ്ഷൻ, ദറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ്, ദറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇതാണ് പർട്ടിക്കുലർ ഇൻ്റഗ്രലിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ്. അപ്പോൾ ഏത് കേസാണ് വരുന്നത്? ഫോർത്ത് കേസാണ്. ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു വി ഫോമിലാണ് വന്നിരിക്കുന്നത്. ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു വി, വെയർ വി ഈസ് എ ഫംഗ്ഷൻ ഓഫ് കോസ് എക്സ്. അപ്പോൾ വിക്ക് പോരെ ഇവിടെ കോസ് എക്സ് ആണ്. അതുപോലെ ഇ റൈസ് ടു എ എക്സ്, അപ്പോൾ എയുടെ വാല്യൂ എത്രയാണ്? എയുടെ വാല്യൂ 1 ആണ് അല്ലേ? അപ്പോൾ ഇത് കേസ് 4 ആണ്. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നതിൽ കേസ് 4 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കേസ് 4 എങ്ങനെയാണ് ചെയ്യുന്നത്? 1/f of d e raised to ax into v, that is equal to e raised to ax ഫസ്റ്റിൽ പോകുന്നു, ഫ്രണ്ടിൽ എഴുതുന്നു e raised to ax into, അങ്ങനെ e raised to ax ഫ്രണ്ടിൽ എഴുതുമ്പോൾ ഡിക്ക് പകരം എന്തായിട്ട് മാറും? അത് d plus a ആയിട്ട് മാറും. അപ്പോൾ 1/f of d plus a. അപ്പോൾ e raised to ax ആദ്യം എഴുതണം. അങ്ങനെ ആദ്യം എഴുതുമ്പോൾ d മാറി d plus a ആയിട്ട് മാറും into v. ഇതാണ് നമ്മുടെ കേസ് 4ൻ്റെ ഫോർമുല. അപ്പോൾ ഈ ഫോർമുല വെച്ച് നമുക്ക് ഇവിടെ സിംപ്ലിഫൈ ചെയ്യാമല്ലോ. ഇ റൈസ് ടു എക്സ് ആദ്യം എഴുതുന്നു, ദറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു, അപ്പോൾ ഡി മാറി ഡി പ്ലസ് എ ആകണം. ഇവിടുത്തെ എയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഡി മാറി ഡി പ്ലസ് 1 കൊടുക്കുക. അപ്പോൾ സോ ഡി പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഡി പ്ലസ് 1. എവിടെയൊക്കെയാണോ ഡി ഉള്ളത് അവിടെ എല്ലാം ചേഞ്ച് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ എവിടെ എഫ് ഓഫ് ഡി ആണ് ഡി മാറി ഡി പ്ലസ് എ ആകുന്നത്. അപ്പോൾ എഫ് ഓഫ് ഡിക്കകത്ത് ഡി എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഡി മാറി ഡി പ്ലസ് എ കൊടുക്കുക. ഇവിടുത്തെ എയുടെ വാല്യൂ 1 ആയതുകൊണ്ടാണ് ഡി പ്ലസ് 1 ആയിട്ട് മാറുന്നത്. പ്ലസ് 4 ഇൻറ്റു കോസ് എക്സ്. മനസ്സിലായോ? അപ്പോൾ ഡിക്ക് പകരം ഇ റൈസ് ടു എ എക്സ് ആദ്യം എഴുതി. അപ്പോൾ എന്ത് കൊടുത്തു? ഡിക്ക് പകരം ഡി പ്ലസ് 1 എന്ന് കൊടുത്തു. ഇനി ഇതിനെ കോസ് എക്സ് നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിൽ ചെയ്ത് വന്നാൽ മതി. ആദ്യം ഇതിനെ നമുക്ക് ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യാം? നമുക്ക് അതിൽ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. സോ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ, ഇത് എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. സോ ഡി സ്ക്വയർ പ്ലസ് 2d പ്ലസ് 1. ഇനി മൈനസ് 2 ബ്രാക്കറ്റിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മൈനസ് 2d minus 2 plus 4 into cos x. That is equal to e raised to x into 1 divided by, ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? പ്ലസ് 2dയും മൈനസ് 2dയും ക്യാൻസൽ ചെയ്യാം ഇല്ലേ? ഇനി എന്തൊക്കെ? 4 minus 2 എന്ന് പറയുന്നത് 2 കിട്ടും. 2 plus 1 that is 3. അപ്പോൾ ഡിനോമിനേറ്റർ കിട്ടുന്നത് d സ്ക്വയർ പ്ലസ് 3 എന്ന് കിട്ടും. എങ്ങനെയാണ് കിട്ടുന്നത്? 4 minus 2 എന്ന് പറയുന്നത് 2 കിട്ടും. 2 plus 1 എന്ന് പറയുന്നത് 3 കിട്ടും ഇൻറ്റു കോസ് എക്സ് അല്ലേ? അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വി എന്താണോ, വി എന്ന് പറയുന്നത് ഇവിടെ കോസ് എക്സ് ആണ്. അപ്പോൾ കോസ് എക്സ് എങ്ങനെയാണോ ചെയ്തത്, കോസ് എക്സ് ചെയ്ത് അതേപോലെ ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കി ചെയ്യണം. അപ്പോൾ കോസ് എക്സ് കേസ് 2 ആയിരുന്നു അല്ലേ? കേസ് 2ൽ എങ്ങനെയാണ് കോസ് എക്സ് ചെയ്യുന്നത്? കോസ് എക്സ് ചെയ്യുന്നത് ഡി സ്ക്വയറിൻ്റെ പ്ലേസിൽ മൈനസ് ഓഫ് എ സ്ക്വയർ എന്ന് കൊടുക്കുക. അപ്പോൾ കോസ് എ എക്സ് ആണ്, കോസ് എ എക്സ് ആണ് എയുടെ വാല്യൂ. അപ്പോൾ ഇവിടെ കോസ് എക്സ് ആകുമ്പോൾ എയുടെ വാല്യൂ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. നമുക്ക് ജനറൽ ഫോം കോസ് എ എക്സ് ആണ്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ എയുടെ വാല്യൂ 1 ആണ് കിട്ടുന്നത്. ആ 1 എയുടെ വാല്യൂ കിട്ടിയാൽ ഡി സ്ക്വയറിൻ്റെ പ്ലേസിൽ മൈനസ് ഓഫ് 1 സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അങ്ങനെയല്ലേ ചെയ്യുന്നത്? ദറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയറിൻ്റെ പ്ലേസിൽ മൈനസ് ഓഫ് 1 സ്ക്വയർ എന്ന് കൊടുക്കുന്നു. മൈനസ് ഓഫ് 1 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു കോസ് എക്സ്. ദറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 സ്ക്വയറിൻ്റെ വാല്യൂ 1 തന്നെ, അതിന് മൈനസ്. അപ്പോൾ എന്ത് വരും? മൈനസ് 1 പ്ലസ് 3 ഇൻറ്റു കോസ് എക്സ്. ദറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ മൈനസ് 1 പ്ലസ് 3 എന്താവും? ദറ്റ് ഈസ് 2 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 3 minus 1 ഈസ് 2
cos x. So the answer is particular integral is 1/2 into e raised to x cos x എന്ന് കിട്ടും. That is the particular integral. അപ്പോൾ നമുക്ക് സി എഫ് കിട്ടി, അതുപോലെ particular integralലും കിട്ടി. Therefore the general solution is y is equal to cf plus pi particular integral, that is equal to cf ൻ്റെ വാല്യൂ e raised to x into c1 cos root 3x plus c2 sin root 3x plus pi is 1/2 e raised to x cos x. ഇതാണ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ?